ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ? അപ്പോൾ ഞാൻ ഇന്ന് കുറേ കാലത്തിന് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു യാത്ര പോവാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബർത്ത്ഡേ ഒക്കെ ജസ്റ്റ് ഒരു കേക്ക് കട്ട് ചെയ്യും, ഡ്രസ്സ് എടുത്ത് കൊടുക്കും. കുറേ കാലത്തെ ആഗ്രഹമാണ് മോളായിട്ട് ഇങ്ങനെ ഒന്ന് പോകണം. മോളും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഫാമിലി ആയിട്ട് പോകണമെന്ന് കുറേ അവൾ ജനിച്ച മുതൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് അങ്ങനെ ഒരു ആഗ്രഹം. ഇനി അത് നീട്ടിയാൽ നടക്കില്ല എന്നറിയുന്നതുകൊണ്ടാണ് ഒന്നും വന്നാലും വേണ്ടില്ല എങ്ങനെയെങ്കിലും സാധിപ്പിച്ചു കൊടുക്കണമെന്ന രീതിയിൽ ചെയ്ത്. എനിവേ ഞങ്ങളെ കൂടെ നിങ്ങൾ വരൂ ഈ യാത്രയിൽ. ചെറിയൊരു സെലിബ്രേഷനാണ്. അപ്പോൾ ഇത് അതിരപ്പള്ളിയിലാണ് കേട്ടോ. അപ്പോൾ ഒരു റിസോർട്ടിൽ ചെറിയൊരു പരിപാടി വെച്ചതാണ്. എനിവേ കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പം നമ്മൾ ലൊക്കേഷനിൽ ഇറങ്ങാൻ പറ്റുമോ? നമ്മുടെ റിസോർട്ടിൻ്റെ അവിടെയുള്ള ഏരിയ ആണ് കേട്ടോ. നമ്മുടെ റിസോർട്ട് ഇത് നിൽക്കുന്നത് ടോട്ടലി വളരെ ബ്യൂട്ടിഫുള്ളായൊരു സ്ഥലമാണ് കേട്ടോ. കണ്ടു നോക്കിയേ, തൊട്ടടുത്ത് റിസോർട്ട് കാണിച്ചു തരാം. ഇതാണ് എൻട്രൻസ്. അടിപൊളിയാണെന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. ഇവിടെ ടോയ്ലറ്റ്, ഫ്രിഡ്ജുണ്ട്. നമ്മൾ കേക്ക് കൊടുത്തിട്ടില്ല. ഫസ്റ്റ് തന്നെ ഉണ്ണിയേട്ടൻ ഫസ്റ്റ് ചെയ്യുന്നുണ്ട് വെച്ചു. കിച്ചണ് എന്താ പറയുക, കോമൺ കിച്ചണാണ്. നിങ്ങളെന്തിനാ എന്നെ വിളിക്കണേ? കോള് എനിക്കിത് നല്ല ഇഷ്ടമായി. പിന്നെ ഇതാണ് കേട്ടോ ഹോളിന്ന്. ഇങ്ങനെ ഹോള്, ഓപ്പൺ കിച്ചണ്, ഇവിടുന്ന് ഹോള്. പിന്നെ ഇവിടെ ഒരു ഡോറുണ്ട്. ഇവിടുന്ന് ഡോറ് തുറന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങിയാൽ ഇവിടെ നമുക്ക് ഇരിക്കാൻ പറ്റിയ സ്പേസ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഇങ്ങനെ ഇവിടെ ഒരു ഏരിയ, പുറത്ത് ഉണ്ടോ, വാ സൂപ്പർ. ദെൻ ഇവിടെ താഴെ ഒരു റൂമുണ്ട്. ലൈറ്റ് ഇട്, ലൈറ്റ് ഇട്. ആട് ഞാൻ ഇത് ഓപ്പൺ ആക്കി കർട്ടന്. ഞങ്ങളിവിടെ ബലൂൺസ് ഒക്കെ വീർപ്പിച്ചോണ്ടിരിക്കണ. കണ്ടില്ലേ വ്യൂ നോക്കിയ ഈ റൂമിൽ നിന്നുള്ള ഇതൊക്കെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിട്ട് ചെയ്തിട്ടൊക്കെ കണ്ട. അത് പുറത്തേക്കുള്ള വ്യൂ ആണ് കേട്ടോ. നമ്മുടെ റൂം നല്ല പിന്നെ അടിപൊളിയല്ലേ? ചാച്ചമ്മച്ചിയുടെ ഗിഫ്റ്റ് അങ്ങനെ ഉണ്ട് ഇവിടെ വന്നത്. ഇത് ഗിഫ്റ്റ് ഇല്ല എനിക്ക് ഇങ്ങോട്ട് വന്നിട്ട്. എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഗിഫ്റ്റ്. എല്ലാ കുട്ടികളുടെ ബർത്ത്ഡേക്ക് വരാം. പിന്നെ ഇവിടെ ഒരു കബോർഡും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു ടോയ്ലറ്റ് ഉണ്ട്. ഇനി മോളിലേക്ക് കയറിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരു സോഫ, ഇവിടെ ഇരിക്കാനുള്ള സ്പേസ്. ഇനി മോളിലേക്ക് കയറാം നമുക്ക്. കയറി സ്റ്റെപ്പിൻ്റെ ഇവിടെ തന്നെ ഒരു ടോയ്ലറ്റ് വരുന്നുണ്ട്. എങ്ങനെ ഇത് ലൈറ്റ് കാര്യങ്ങളൊന്നും അറിയില്ല. ഇനിവേ ഇവിടെ ഒരു ടോയ്ലറ്റ്. ഇനി ഇവിടെ ഒരു റൂമുണ്ട്. അത് വലിയ റൂമാണ്. നദീറ, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ? വാ സൂപ്പറാണ്. ഇനി ഇങ്ങോട്ടൊരു ബാൽക്കണി. എൻ്റെ അമ്മേ, ഇവിടുത്തെ ബാൽക്കണിയിൽ ഇങ്ങനത്തെ ഒരു ചാരി കസേര നോക്കിയേ. ഇവിടുന്ന് ഇരുന്നിട്ടുള്ള വ്യൂ. ഓ മൈ ഗോഡ്,
ഒന്നും പറയാനില്ല, ഇത്രയും ബ്യൂട്ടിഫുള്ളാണ്. നല്ലൊരു വ്യൂ ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഞങ്ങളെ റൂമാണ്. ഇത് ഞങ്ങളെ റൂം. ഒരു ടി വി ഉണ്ട് ഇവിടെ. അവിടുത്തെ പോലെ തന്നെ ഇവിടെ ഒരു കബോർഡ്, ഒരു സ്പേസ്, മിറർ സ്പേസും കാര്യങ്ങളും. അടിപൊളിയാണ് കേട്ടോ, ഒന്നും പറയില്ല. നല്ല ഭംഗിയുണ്ട് കാണാനേ. ഇനിയിപ്പോൾ പുറത്തുള്ള വ്യൂ എന്നെ ഇനി എടുക്കൂലേ ബർത്ത്ഡേ കട്ടിങ്ങിന്. ഇതാണ് പുറത്തുള്ള വ്യൂ. സൂപ്പറാണ്. ഇങ്ങോട്ട് ഇറങ്ങാനുള്ള സ്റ്റെപ്പ് തടി ചാച്ചുവാ. മൂസിയെ നോക്കിടി ഇങ്ങോട്ട് ഇറങ്ങാന്. മൂസിയെ ഇങ്ങോട്ട് നോക്ക്, ഇവിടെ ഇറങ്ങാന്. ഇവിടെ ഇറങ്ങാനുള്ള സ്പേസ് കിട്ടോ. ചെരുപ്പിട്ടിട്ടില്ല. അതേലും ഇറങ്ങാൻ വേറെ സ്പേസും ഉണ്ട്, നല്ല വൃത്തിയുള്ള സ്പേസ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ഇട്ട് അതിരപ്പള്ളിയിൽ. പിന്നെ ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുക. കണ്ടോ, ഇവിടെ ഫുള്ളി ഡെക്കറേറ്റ് ചെയ്തിട്ട് ഇരുമ്പാമ്പുളി നോക്കടി. ഇവിടെ ചിക്കൻ ഗ്രില്ല് ചെയ്യാടി, ഇവിടെ ചിക്കൻ ഗ്രില്ല് ചെയ്യാനൊക്കെ പറ്റിയ സ്പേസ്. എടി ചാമ്പക്ക, മൂസി ചാമ്പക്കോക്ക് മൊത്തം കൊഴിച്ചിട്ടിക്കണു കേട്ടോ. ആരാ അടിച്ച് കൊഴിച്ചിട്ടിക്കണു. അതിന് പഴുത്തൊന്നും കാണില്ല, ഒക്കെ അടിച്ച് കൊഴിച്ചിട്ടിക്കണു. നിറയെ ചാമ്പക്ക. എവിടെ ലേഡി ബഗ്? ഏതാ ലേഡി ബഗ്? എനിക്ക് പേടിയാ. മ്യൂസിക് ഇഷ്ടമായ കളിക്കാനൊക്കെ പറ്റുണ്ടോ? നമുക്ക് കളിക്കാൻ ഇറങ്ങാം കേട്ടോ. നല്ല വഴുക്കുണ്ട് ഇട്ടോ ചാച്ചോ. ഈ ഡ്രസ്സ് വലിയ കുഴപ്പമില്ലല്ലോ. ടീഷർട്ട് എനിക്ക് ടീഷർട്ട് വേണോ? എന്ത് ക്ലിയറാ വെള്ള, എന്ത് തണുപ്പാണ്. കുളിക്കാൻ തോന്നണു. വഴുക്കിട്ട് ചാച്ചോ. ഫോട്ടോ കടിക്കണം നല്ലതാണ്. ഉമ്മ കണ്ട പാവാണ്. നായ കൂട്ടായില്ലേ? ഞാന് തൊട്ടിട്ടില്ല ഇതുവരെ. എനിക്കൊന്ന് തൊടാൻ അവസരം തരുമോ കുഞ്ഞാപ്പി? എനിക്ക് പേടിയാണ്. ഒന്നും കാട്ടില്ല കുഞ്ഞ, ഞാൻ തൊടട്ടടാ കണ്ണ. ഉമ്മ എന്താ നിസ്കരിക്കണ? പോപ്പ് നിസ്കരിക്കാനൊന്നും ആയിട്ടില്ല. പിന്നെ വെറുതെ നിസ്കരിക്കുക. ഇനി വട്ടായിക്കണം. ഇവിടെ വന്നിട്ട് നിസ്കരിക്കാൻ വേണ്ട കൊതികൊണ്ടിരിക്കും. കുഞ്ഞ കുഞ്ഞുവാവുണ്ടതില്.
ഉണ്ണിവാവണ്ടതില് കഴിച്ചോട്ടാ അതിന്റെ മുകളിൽ കഴിച്ചോട്ടാ കഴിച്ചോട്ടാ ബാബിന് ഉമ്മ വെക്കാനാണ് ബാബി ഇതിന് ഉമ്മ വെക്കും. ചാച്ചോ ഹെയർ ഹെയർ കട്ട് ചെയ്തിട്ട് കണ്ടിട്ട് കട്ട് ചെയ്തത് യു കട്ടാണ് വെട്ടിയിട്ടുണ്ടായേ. ഇത്ര വളർന്നിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ഇത്രക്കാക്കി. എന്നിട്ട് യു കട്ട് വെട്ടി ഒന്ന് വൃത്തിയാക്കി അല്ലേ ബർത്ത്ഡേയപ്പോ. പിന്നെ പരത്തിരുന്നതല്ലേ ഭംഗി. ബണ്ണ് വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇനി മാറ്റിക്കോ, ഒരു സൈഡായില്ലേ. ചാച്ചു പുതുപെണ്ണ് ഒരുങ്ങി വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഡെക്കറേഷനൊക്കെ ചാച്ചുവിന് ഒന്ന് ആ ഷൂ ഒന്ന് കാണിച്ചേ, ഇനി ഒന്ന് കണ്ടേ. ഫുള്ള് ഡെക്കറേഷന് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെയൊക്കെ നല്ല വെയിലുണ്ട്, അതുകൊണ്ട് കിട്ടുമെന്നറിയില്ല. ഇത് യൂട്യൂബിൽ കാണടി, അത് ഈ കാണുന്നെ വേണം. ബർത്ത്ഡേ ഫുഡ് ഇതാണ് കേട്ടോ. ചോറ്, മീൻകറി, മീൻ വറുത്തത് ഒന്ന് മാറ്റുമോ, ഉപ്പേരി, ബീഫ്, ചെമ്മീൻ റോസ്റ്റ്, മോരുകറി, ചിക്കൻ റോസ്റ്റ്, അച്ചാറ്. ഇനി എന്താ വേണ്ടേ? എല്ലാം ഓക്കെ അല്ലേ? സെറ്റ് സെറ്റ് സെറ്റ്. ആന്ന് ഉപ്പേരി എനിക്കൊരു ദിവസത്തിന് മതിയായിരുന്നു, ബാക്കിയൊന്നും ഒക്കെ കുഴപ്പമില്ല. അച്ചാറ്. എന്നിട്ട് ഈ ചോറിങ്ങനെ കുഴച്ചിട്ട് കുടമ്പുളി ഒരു കഷ്ണം ഇതാക്കാം, എന്നിട്ട് ഒരു മീൻ വറുത്തെടുക്കാം. ഈ രണ്ടും കൂടിയിട്ടും ഒരു ചെമ്മീൻ്റെ കഷ്ണം, എന്നിട്ട് ഒരൊറ്റ പിടിയാണ് മക്കളെ. ഓക്കെ, മീൻകറി, മീൻ വറുത്തത്, ഉപ്പേരി, എന്താണ് ചെമ്മീൻ റോസ്റ്റ്, മോരുകറി, അച്ചാറ്, എവരിത്തിങ് അല്ലാതെ ഉണ്ട്. നല്ല ഫുഡ് പിടിച്ച് ഇങ്ങനെ അലക്കുക തന്നെ. വലിയ കണ്ടാലും കണ്ട ഒരു കഷ്ണം പോലും കൊടുത്തില്ല. വേണ്ട ബാക്കിയുള്ള കേക്കൊക്കെ ഞാൻ ഇനി കുറച്ചൊരു അകത്ത്
ഒരു ഗിഫ്റ്റാണ് ഒന്നും വേണമെന്നില്ല എന്നാലും ചെറുപ്പത്തില് ഭയങ്കര ഇഷ്ടമാണ്. മിഠായി തോന്നുന്നു. മിഠായിന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. എന്താ മിഠായി അല്ലേ? പൊളിച്ചേട്ടെ. എന്താണ് കൊടുക്കട്ടെ. ഡ്രസ്സാണടി പാവം. ആണോ? വലുതാണ്. ഇത് മിഠായി. അഡ്വാൻസ്ഡ് ഹാപ്പി ബർത്ത്ഡേ സിയ ബൈ ഇഷാൻ. ചോടാ എത്ര അടുത്തത് ഇതിലെന്തൊക്കെ എന്ന് എനിക്കറിയാം. നാൽപ്പത് നാവ് പുറത്തേക്കില്ലേ? എന്താണിത്? ഇത് ഇവിടെ ടാപ്പ് ചെയ്തിരിക്കണ. ധൃതിയായിട്ട് വയ്യ ജീവനെ പോലെ. എന്താണ്? ബാർബിന്റെ സ്റ്റിക്കർ. മക്കളെ ഇതൊക്കെ എന്റെ വാശിക്ക് മേടിച്ചതാവൂലേ? വാശിക്കുന്നു. പിന്നെ ഒരു ചീർപ്പ്. പിന്നെ ഒരു ടിമിറ്റി. അത് സെയിം വീട്ടിൽ ഉണ്ടല്ലോ. പിന്നെ ബ്രഷ്, പല്ലൊക്കെ ഇട്ടേച്ചിട്ടാ. പിന്നെ ചീർപ്പ്, പിന്നെ സ്പ്രേ, പിന്നെ ഒരു എന്തൊരു ഗിഫ്റ്റാണ്. പഠിച്ചോനെ സോപ്പ് തേച്ച് വെറുതെ കുളിക്കടി. ഇനിയുണ്ട് എന്തോ ഒന്നുകൂടി ഉണ്ട്. പിന്നെ ഒന്നും വേസ്റ്റ് ആവുന്നതല്ലോ. ഉപകാരം. പിന്നെ ഡ്രസ്സ് എടുക്കൊക്കെ സമയം കിട്ടിയില്ല. എന്ത് വലുതല്ലേ? ഞാനും വിചാരിച്ചില്ല. ഇതിനേക്കാള് ചെറുതാണ്. എത്ര രൂപ? ഇതിന് 210. പക്ഷെ കടയിൽ ഇതിന് 800 രൂപക്കാണ്. ഇതോക്ക് ഗിഫ്റ്റ്. അപ്പൊ കഴിഞ്ഞില്ലേ ബർത്ത്ഡേ പാർട്ടി? ഇതിലേക്ക് തൊപ്പി ഉണ്ടായിരുന്നു. ഇതിലേക്ക് തൊപ്പി ഉണ്ടായിരുന്നല്ലോ. ഇത് വീഡിയോ എടുത്തോടി. പിന്നെ എന്താ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ.
ഉള്ളത് പറഞ്ഞാൽ മതി, പൊക്കി അടിക്കണ്ട. അത് കുരുത്തക്കേട് ഒക്കെ പറയണം. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം അത് പറഞ്ഞു. ഉഷാറായി, അടിപൊളിയായി. അടിപൊളിയാണോ? അടിപൊളിയായി. ആ, വിചാരിച്ചതിനെക്കാട്ടി നന്നായോ? വിചാരിച്ചതിനേക്കാൾ ഒരുപാട് നന്നായി, ഒരുപാട് നന്നായി. ഇനി മൂസിന്റെ ഭാഗം ഒരു 2 വാക്ക് പറഞ്ഞോ. നാത്തും ലോകത്ത് അറിയണമെങ്കിൽ ഇതൊക്കെ നന്നായി പറഞ്ഞോ. ഒരു തറയില്ല, സൂപ്പർ ആണോ? ലൈഫിൽ നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ? പിന്നെ ആ പിന്നെ എനിക്ക് എൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടേ, എനിക്കൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് എൻ്റെ ഉമ്മാക്കും മോൾക്കും മ്യൂസിക് ഇതാക്കില്ല, നെതീർന്ന് കാട്ടില്ല. കാരണം എന്താ വെച്ചിട്ട് അവർക്ക് ഇങ്ങൾക്കൊക്കെ ഇനിയും പോവാം. എൻ്റെ മോൾക്ക് ഞാൻ തന്നെ ചെയ്യണം, ഉമ്മാക്ക് ഞാൻ ചെയ്യണമെന്നില്ല. പക്ഷെ ആൺകുട്ടികളുണ്ട്. പക്ഷെ എൻ്റെ ഉമ്മാനെ ആരും ഒന്നും കൊണ്ടില്ല ഇടക്ക്, എനിക്ക് വിഷമം ഉണ്ടാവില്ല. ഞാൻ പറയാം എപ്പോഴും ഉമ്മാക്ക് പുറം ലോകം ഒന്ന് കാണിക്കണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. അത് നടന്നു ഒന്ന് കുറച്ച് ഹാപ്പി അല്ലേ? അത് മതിക്ക്. താങ്ക് യു സോ മച്ച്.